ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 89. അച്ഛേ, മുത്തശ്ശൻ പറഞ്ഞല്ലോ കുഞ്ഞാവ പെട്ടെന്ന് വരുമെന്ന്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ പതിവ് സംശയങ്ങൾ അന്നും ഉണ്ടായിരുന്നു. വരുമല്ലോ. ആദ്യം അവളെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അച്ഛേ, കുഞ്ഞാവ് വന്ന ഉടനെ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? വീണ്ടും പെണ്ണിന് സംശയം. അതെങ്ങനെയാ കുഞ്ഞാവ് വന്നാൽ ഉടനെ തന്നെ നിൻ്റെ കൂടെ കളിക്കുന്നേ? വാവയ്ക്കപ്പോൾ നടക്കാനൊന്നും പറ്റൂലല്ലോ. കുറെ കഴിഞ്ഞാലേ വാവ നടക്കൂ. അതുവരെ എപ്പോഴും കിടപ്പായിരിക്കും. അവളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കുവാനായി ആദ്യം ശ്രമിച്ചു. ആണോ? അയ്യോ, അപ്പോൾ കുഞ്ഞാവയ്ക്ക് കടന്ന് മടക്കത്തില്ലേ? കുഞ്ഞിപ്പെണ്ണ് സംശയത്താൽ ചുണ്ടുകൾ കൂർപ്പിച്ചു. അതെങ്ങനെയാ പൊന്നെ വാവ മടുക്കുന്നേ? അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാലും കുറേ നാൾ വാവ ക്ഷീണം കൊണ്ട് ഉറക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ അവൾ എൻ്റെ തത്തമ്മയോട് കൂട്ടുകൂടാനും ചിരിക്കാനും ഒക്കെ വരത്തുള്ളൂ. പെണ്ണിൻ്റെ കുഞ്ഞു നെറ്റിയിൽ ആദ്യം ഒരു മുത്തം കൊടുത്തു. അപ്പോഴേ എപ്പോഴും ഉറങ്ങുമ്പോൾ വാവയ്ക്ക് വിശക്കില്ലേ? ഇനിയും തീരാത്ത സംശയങ്ങൾ കാരണം തത്തമ്മ ഇടയ്ക്ക് തലചൊറിഞ്ഞു. വാവയ്ക്ക് വിശക്കുമ്പോഴേ അവൾ എണീറ്റ് കരയും. അപ്പം അമ്മ ചെന്ന് പാല് കൊടുക്കും. അത് കുടിച്ചിട്ട് വാവ പിന്നെയും കിടന്നുറങ്ങും. ആദിക്ക് അവളുടെ സംശയങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഒരാൾ വാവയുടെ അടുത്ത് തന്നെ ഇരിക്കണം അല്ലേ അച്ഛൻ? അല്ലേ അവൾ എണീറ്റ് കരയുമ്പോൾ നമ്മൾ ആരും കാണൂലല്ലോ? കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ സംശയം കേട്ടപ്പോൾ ആദ്യം ഒന്ന് മനസ്സ് നിറഞ്ഞ് ചിരിച്ചുപോയി. കാരണം വരാനിരിക്കുന്ന കുഞ്ഞുവാവയെ പറ്റിയുള്ള കരുതൽ അവളിൽ ഇപ്പോഴേ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നത് അവനപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് വേണം അവൾ കരയുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിരിക്കാൻ. 2 വാവന്മാരുടെ ഒരേ ഒരു ചേച്ചി പെണ്ണ്. ചേച്ചി എൻ്റെ തത്തമ്മ പെണ്ണല്ലേ? ആദ്യം അവളെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. അതെ അച്ഛേ, ഞാൻ 2 വാവന്മാരുടെയും ചേച്ചി പെണ്ണാണോ? ആ കുഞ്ഞി കണ്ണുകളിൽ പെട്ടെന്നാണ് അത്ഭുതം നിറഞ്ഞത്. പിന്നല്ലാതെ, എൻ്റെ തത്തമ്മയല്ലേ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അപ്പോഴല്ലേ വാവന്മാർക്ക് അവരുടെ ചേച്ചി പെണ്ണോട് സ്നേഹം വരത്തുള്ളൂ. പെണ്ണിൻ്റെ കുഞ്ഞി മൂക്കിന് മുകളിൽ അവൻ തൻ്റെ മൂക്കിൻ്റെ അറ്റം കൊണ്ടൊന്ന് ഉരಸಿ വിട്ടു. ഞാൻ നോക്കിക്കോളാം അച്ഛേ, 2 വാവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഞാനാ അവരുടെ ചേച്ചി പെണ്ണ്. കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു. അച്ഛയുടെ പെണ്ണ് ഗുഡ് ഗേൾ ആണല്ലോ. അവളുടെ 2 കണ്ണുകൾക്ക് മുകളിൽ ഓരോ ഉമ്മകൾ കൊടുത്തു ചെക്കൻ. ആണല്ലോ അച്ഛേ, അച്ഛയുടെ തത്തമ്മോളും ഗുഡ് ഗേളാ. എൻ്റെ വാവന്മാരും ഗുഡാ. പറയുന്നതിനിടയിൽ ഉറക്കം വന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ വായ ഒന്ന് തുറന്നടഞ്ഞു. നാളെ സ്കൂളിൽ പോകണ്ടല്ലേ വാവേ? കണ്ണടച്ചൊങ്ങിക്കോ എൻ്റെ കുഞ്ഞ്. പെണ്ണിൻ്റെ 2 ഉണ്ടക്കവളിൽ ഓരോ ഉമ്മ കൊടുത്തിട്ട് അവൻ ആ കുരുന്നിനെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചു. എന്നിട്ട് തത്തയുടെ തുടയുടെ മുകളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്തു. രാവിലെ തൊട്ടുള്ള കളിയുടെയും അലച്ചിലിൻ്റെയും ക്ഷീണമോ അതോ വയറ് നിറച്ചു കുടിച്ച അടപ്രഥമൻ്റെ മത്തോ തത്തമ്മ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും AC കുറച്ചു വെച്ചിട്ട് അവളെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി പുതപ്പിച്ചവൻ അപ്പോഴേക്കും കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് കയറിപ്പോയ ദേവിക മുറിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്തിനാ ദേവി ഈ പാതിരാത്രിക്ക് നീ തല നനച്ച് കുളിച്ചത്? മുടി തോർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്നവളെ കണ്ടതും ആദിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചെറിയൊരു തലവേദന പോലെ തോന്നി ആദിയേട്ടാ, അതാ പിന്നെ പോയി ഞാൻ കുളിച്ചത്. നനഞ്ഞ തോർത്ത് ഒരു കസേരയിലേക്ക് വിരിച്ചിട്ടിട്ട് അവൾ തൻ്റെ മുടി കോതി തുമ്പ് കെട്ടിവെച്ചു. ഇനി ഇതൊന്നും വേണ്ട കേട്ടോ. അസമയത്തുള്ള ഈ തലനനച്ചുള്ള കുളി ഒട്ടും ശരിയാവില്ല. കട്ടിലിൻ്റെ ക്രാസിയിലായി എപ്പോഴോ ഒട്ടിച്ചു വെച്ചിരുന്ന പൊട്ട് ബെഡിൽ വന്നിരിക്കുന്നവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തവൻ. ആദിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ അരികിലായി ചേർന്ന് കിടന്നു പെണ്ണ്. ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുക. എന്തേ എൻ്റെ പെണ്ണിൻ്റെ മുഖത്തൊരു വാട്ടം? ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കൈക്കുഴയിലേക്ക് കയറ്റി കിടത്തിയിട്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ വിരൽ തുമ്പുകൊണ്ടൊന്ന് തട്ടിയവൻ. ഒന്നുമില്ല ആദ്യേട്ടാ, അങ്ങനെ പ്രത്യേകിച്ചൊരു സങ്കടമൊന്നും എനിക്കിപ്പോൾ ഇല്ല. മുഖമുയർത്തി ഒരു ശ്വാസമകലത്തിൽ കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പെണ്ണൊന്ന് ചിരിച്ചു. ഏയ്, എന്തോ ഉണ്ട്. എന്താണേലും തുറന്നു പറഞ്ഞു. അതോ ഇനി ഗർഭിണികൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണോ ഈ വാട്ടത്തിൻ്റെ കാരണം? അവൻ അവളുടെ നെറ്റിയിലായി ഒന്ന് മുട്ടിക്കൊണ്ട് തിരക്കി. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല ആദ്യേട്ടാ. അവൾ പെട്ടെന്ന് കണ്ണു നിറച്ചു. എന്താടി,
എന്താ പറ്റിയ ദേവി നിനക്ക്? പെണ്ണിൻ്റെ മുഖഭാവം മാറിയെന്ന് കണ്ടതും ആദിയിൽ പൊടുന്നനെ വെപ്രാളം കയറി. ഒന്നുമില്ല ആദിയേട്ടാ, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ദേവി, നീ പറയുന്നുണ്ടോ അതോ? മഹർഷിയുടെ ശബ്ദം ഇത്തിരി ഉയർന്നു. ദേഷ്യപ്പെടല്ലേ ആദിയേട്ടാ, ഞാൻ പറയാം. അതുണ്ടല്ലോ, ഞാനേ. പെണ്ണ് തുടക്കമിട്ടു. ഞാൻ? ബാക്കി പറയേ. അവൻ കലിപ്പോടെ നിർബന്ധിച്ചു. ഇന്നലെ വൈകിട്ട് നീലുവിൻ്റെ വീട്ടുകാർ അവളെ വിളിച്ചിരുന്ന ആദിയേട്ടാ. 7-ാം മാസത്തിൽ അവളെ അവർ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം വന്നു. ഇങ്ങനൊക്കെ എന്നെ സ്നേഹിക്കാൻ വീട്ടുകാർ ഉണ്ടാവില്ലല്ലോ എന്ന്. അതാ, അത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ സങ്കടപ്പെട്ടതാ. പക്ഷെ അമ്മ പറഞ്ഞു എന്നെ ഇവിടുന്ന് എങ്ങും പറഞ്ഞു വിടില്ലെന്ന്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദേവിക അവനെ മുഖമുയർത്തി വീണ്ടും നോക്കിയത്. അറിയാം, അവിടെ തന്നോടുള്ള ദേഷ്യം കാണുമെന്ന്, ആ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ടാവുമെന്ന്, തന്നോട് കലിപ്പിടുമെന്ന്. പക്ഷെ ഇത്തവണ ദേവികയുടെ പ്രതീക്ഷ അപ്പാടെ തെറ്റി. ആദിയുടെ മുഖം അപ്പോൾ പതിവിലേറെ ശാന്തമായിട്ടാണ് അവൾക്കപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞോ? അവനൊരു ചിരിയോടെ തിരക്കി. ആ, കഴിഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് തലയാട്ടി. ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുവോ? ചെക്കൻ വീണ്ടും ചോദിച്ചു. ആ, കേൾക്കും. പെണ്ണ് വീണ്ടും സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി. ഈ ദേവിക്ക് വേറെ ആരും വേണ്ട. കാവുമ്പാട്ടെ ആതിഥേയവല്ലാതെ ഈ ദേവികയിൽ മറ്റാർക്കും ഒരവകാശവും ഇല്ല. അതിപ്പോൾ നിന്നെ ജനിപ്പിച്ച നിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ശരി, ഈ ദേവിക ഈ ആദിയുടേതാ. നാളെ ഒരിക്കൽ നിൻ്റെ വീട്ടുകാർ നിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ കാല് പിടിച്ചാലും എൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിടത്തില്ല. അത്രയ്ക്കൊന്നും അവരോട് മറക്കാനോ പൊറുക്കാനോ ഒന്നും നിന്നെ പോലെ എനിക്ക് കഴിയില്ല ദേവി. അതുകൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏടത്തിയും പിന്നെ നിൻ്റെ കെട്ടിയോനും ഒക്കെ ഞാനാ. ഞാൻ മതി, ഞാൻ മാത്രം മതി. അവളുടെ കവളിന് മുകളിൽ ഇടതടവില്ലാതെ ചുണ്ടുകൾ പതിപ്പിക്കുന്നവൻ്റെ വാക്കുകൾക്ക് അത്രമേൽ ആർദ്രതയായിരുന്നു, പ്രണയമായിരുന്നു, കരുതലായിരുന്നു, കൂടെ സ്വാർത്ഥതയും. എനിക്കറിയാം ആദിയേട്ടാ. അവൻ്റെ നെറ്റിയിലേക്ക് തന്നെ നെറ്റി ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വിതുമ്പി. ഒരു ജീവനും ജീവിതവും നൽകിയവനോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ഒന്നും അവനോട് പറഞ്ഞു മനസ്സിലാക്കുവാനോ പ്രകടിപ്പിക്കുവാനോ അവൾക്കപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ തന്നെ തുടർന്നു, കുറേയേറെ നിമിഷങ്ങളോളം. അതൊക്കെ പോട്ടെ എൻ്റെ ഭാര്യയെ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അവളുടെ മനസ്സ് യാതൊരു വിധത്തിലും വേദനിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദി പെട്ടെന്ന് തൻ്റെ സംസാരത്തെ വഴിതിരിച്ചു വിട്ടു. എന്താ ആദിയേട്ടാ? അത്രയും നേരം സങ്കടപ്പെട്ടിരുന്നവൾ ആ ഒരൊറ്റ ചോദ്യത്തിൽ കണ്ണു വീഴ്ചുകൊണ്ട് അവനെ തല ഉയർത്തി നോക്കി. അതെ, നിനക്കേ പെൺകുഞ്ഞിനെയാണോ ആൺകുഞ്ഞിനെയാണോ കൂടുതൽ ഇഷ്ടം? ഒരു കുറുമ്പോടെ വലത്തെ പുരികം പൊക്കി ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്നറിയാതെ പെണ്ണൊന്നു പതറി. എനിക്ക് ആരാണേലും കുഴപ്പമില്ലാതിയേട്ടാ, ദേവിക ഉത്തരം നൽകി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആരെയാണ് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം? ആദി കുസൃതിയോടെ വീണ്ടും തിരക്കി. അങ്ങനെയൊക്കെ ചോദിച്ചാ ആദ്യേട്ടൻ ആരെയാ വേണ്ടേ? അവൾക്കതിനുള്ള ഉത്തരം കിട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ പെണ്ണ് തിരിച്ചാ ചോദ്യം ആദിയോട് തന്നെ ചോദിച്ചു. എനിക്കേ. ആദ്യം മറുപടി പറയാൻ തുടങ്ങിയില്ല. അതിനു മുൻപേ തന്നെ തത്തക്കുഞ്ഞി ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് അനിയത്തിഭാവം മതി എന്ന് ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. ഇവൾ ഉറങ്ങിയതല്ലേ? തങ്ങൾക്ക് നടുവിലായി നൂഴ്ന്നു കയറി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി ആദ്യം ദേവിക ഒരുപോലെയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. എന്താണ് തനിക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? തൻ്റെ മുൻപിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അക്ഷമയോടെ ഹർഷം തിരക്കി. മുൻപെപ്പോഴോ കണ്ടുമറന്ന ഒരുവളുടെ മുഖമാണത്. പിന്നീട് ഒന്നിരുത്തി ചിന്തിച്ചപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അനാമികയുടെ കൂടെ PGയുടെ മുൻപിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണ് ഇതെന്ന് അവൻ ഓർമ്മ വന്നത്. അനാമിക പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഇന്നിങ്ങനെ ഇരിക്കുന്നത് തന്നെ. വല്ല ജോലിക്കും വേണ്ടിയാണെങ്കിൽ മെയിൽ അയച്ചാൽ മതിയെന്ന് താൻ അവളോട് ആദ്യമേ പറഞ്ഞതാണ്. പിന്നീടാണ് അനാമിക പറയുന്നത് വരുന്ന പെൺകുട്ടിക്ക് എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് തന്നോട് പറയേണ്ടിയിരിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ മറുത്തൊന്നും പറയുവാൻ തോന്നിയില്ല. ഇവിടെ തൻ്റെ ഫ്ലാറ്റിനടുത്തായിട്ടുള്ള പാർക്കിങ്ങിലേക്ക് വരുവാൻ അനുവാദവും കൊടുത്തു. അങ്ങനെ വന്നതാണ് ഈ പെൺകുട്ടി.
പേര് റൂഹിയെന്നോ മറ്റോ എന്നാണ് അന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നതെന്നാണ് തൻ്റെ ഓർമ്മ. ഹർഷനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഹർഷൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല. കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് സ്വതവേ ഉള്ളിലുള്ള ടെൻഷൻ പുറത്തേക്ക് കാട്ടാതെ റൂഹി സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. റൂഹിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറയാലോ. പതിവ് ശാന്തത അപ്പോഴും അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. എനിക്ക് ഹർഷനെ കണ്ട അന്നോട്ട് ഒരിഷ്ടം തോന്നിയിരുന്നതാ. അന്ന് ജീനയുടെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ആ ഇഷ്ടത്തെ മനസ്സിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോൾ ജീന പോയെന്ന് കഴിഞ്ഞ ദിവസം അനാമം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഹർഷന് ബുദ്ധിമുട്ടില്ലെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടുകാരെ കൂട്ടി എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാവോ? മനസ്സിലുള്ള കാര്യം അതേപടി തുറന്നു പറഞ്ഞിട്ട് റൂഹി അവനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. റൂഹി, അത് ഞാൻ നിന്നെ... ഒരു പെണ്ണ് മൂത്തു നോക്കി ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ അവനൊന്ന് പരിങ്ങി. ഹർഷനെ എനിക്കിഷ്ടമാണ്. അനാമിക പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഇഷ്ടം ഒരു പൊടിക്ക് കൂടുകയും ചെയ്തു. മനസ്സിൽ തോന്നിയൊരിഷ്ടത്തെ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. തുറന്നു പറഞ്ഞു. ഹർഷൻ എന്നെ വേണമെന്നോ വേണ്ടെന്നോ വയ്ക്കാം. അതൊക്കെ ഹർഷൻ്റെ പേഴ്സണൽ ചോയ്സുകളാണ്. പക്ഷേ എന്തായാലും എനിക്കൊരു മറുപടി വേണം. ഇപ്പോഴെങ്കിൽ ഇപ്പോൾ. ഇനി സമയമെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. എന്നോട് തുറന്നു പറഞ്ഞാൽ മതി. അവളിൽ അപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എന്നത് ഹർഷൻ അപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സ്വന്തമായി നിലപാടുള്ള പെൺകുട്ടി. ഒരിഷ്ടം തോന്നിയപ്പോൾ തന്നെ അത് സമയം നോക്കി തുറന്നു പറഞ്ഞിരിക്കുന്നു. പ്രണയിക്കാനോ ലിവിങ് ടുഗദർ നടത്താനോ ഒന്നുമല്ല അവൾ ആവശ്യപ്പെടുന്നത്. പകരം വീട്ടിൽ ചെന്ന് അവളുടെ വീട്ടുകാരോട് സംസാരിച്ച് കല്യാണം ഉറപ്പിക്കുവാനാണ്. എന്തൊക്കെയാണെങ്കിലും മുൻപിൽ വന്നിരിക്കുന്നവളോട് ഹർഷന് ചെറിയ രീതിയിലൊരു ബഹുമാനമൊക്കെ തോന്നിയിരുന്നു. എനിക്കിപ്പോൾ പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല റൂഹി. ഹർഷൻ അവളെ നോക്കി സൗമ്യമായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ പരിഗണിക്കുമോ? അവളൊരു ഉറപ്പിനു വേണ്ടി ചോദിച്ചു. എന്തേ, ഞാൻ പരിഗണിച്ച റൂഹി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലേ? അവനിൽ അപ്പോഴും ചിരിയായിരുന്നു. ഇല്ല, ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് മറ്റൊരാളെ എങ്ങനെയാ ജീവിത പങ്കാളിയായി കാണുക? അവൾക്ക് പറയുവാനായി ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ വാക്കുകളിൽ ചെക്കൻ്റെ മനസ്സിൽ എവിടെയോ ഒരു തണുപ്പ് വീണു. ശരി, നോക്കാം. പക്ഷേ ഉറപ്പൊന്നും തരാൻ പറ്റില്ല കേട്ടോ. ഹർഷൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തൂടെ ഓടി നടന്നു. ശരി, എങ്കിൽ ഞാൻ പോകുന്നു. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണെങ്കിൽ എന്നെ വിളിച്ചോളൂ. നെഗറ്റീവ് ആണെങ്കിൽ അനാമികയെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അവനോട് അവസാനമായി അത്രയും പറഞ്ഞിട്ട് റൂഹി അവൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു. ശരി, അവനും എഴുന്നേറ്റു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. മറുപടി എന്തായാലും ഒരുപാട് വൈകിക്കേണ്ട കേട്ടോ. വീട്ടിൽ പ്രൊപ്പോസലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചിരിയോടെ പറഞ്ഞിട്ട് തന്നെയും കടന്നു പോകുന്നവളിലായിരുന്നു അപ്പോൾ ഹർഷൻ്റെ കണ്ണുകൾ. ജീനയുടെ നേരെ എതിരായിട്ടുള്ള സ്വഭാവം. ആ സമയം അവൻ്റെ മനസ്സിൽ റൂഹിയെയും ജീനയും തമ്മിലുള്ള താരതമ്യങ്ങൾ ഒരുപോലെ നടക്കുകയായിരുന്നു. ഒടുവിൽ അവിടെ ജീന തോറ്റു. മനസ്സിലുള്ള റൂഹിയുടെ തട്ട് താഴ്ന്നു തന്നെ നിന്നു. എങ്കിലും പെട്ടെന്നൊരു നിർണയം എടുക്കുവാൻ ഹർഷൻ അപ്പോൾ തുനിഞ്ഞില്ല. ജീവിതത്തിലുണ്ടായ അനുഭവം അങ്ങനെയാണല്ലോ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുന്നത് പോലെ അവനും ഒന്ന് പമ്മിയിരുന്നു. ദേവി, എന്തിനാടി നീ ഇപ്പോൾ ജോലിക്ക് പോണേ? നീ ഒന്ന് സമ്മതം മൂളിയ നിന്റെ പോസ്റ്റിലോ ടെമ്പററിയായ വേറൊരു ടീച്ചറിനെ വെക്കാടി ഞാൻ. ദേവിയുടെ വയറും വീർപ്പിച്ചുള്ള നടപ്പ് കാണുമ്പോഴൊക്കെ ആദിക്ക് നെഞ്ചിനുള്ളിലൊരു പിടപ്പാണ്. ഇതിപ്പോൾ 5ാം മാസത്തിൻ്റെ ആരംഭമാണ്. പക്ഷെ പെണ്ണൊരു നിമിഷം അടങ്ങിയിരിക്കില്ല. വീട്ടിലാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടേയിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്കുള്ള ഈ ഓട്ടോ ഓടുന്നത്. ഈ തിരക്കിനിടയിൽ അവൾ നേരാവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് പോലും മഹർഷിക്ക് സംശയമാണ്. പക്ഷെ ഇതൊക്കെ പെണ്ണിനോട് പറഞ്ഞാൽ ഒന്നും വക വെച്ച് തരത്തില്ല. ഹോസ്പിറ്റലിലെ അവളോട് നോക്കുന്ന ഡോക്ടറിനോട് പോയി ഈ പരാതി പറഞ്ഞാലും അവരും മറുത്തൊരക്ഷരം പറയില്ല. എപ്പോഴും ദേവികയെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരമാണ് അവരിൽ നിന്നും കിട്ടുക. ദേവികയും കുഞ്ഞ് ഹെൽത്തിയാണ്. ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് നടക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എങ്ങനെയാ നടക്കുക? പതിവുത്തരം ഡോക്ടറിൽ നിന്ന് എപ്പോഴും കേൾക്കാൻ തുടങ്ങിയതും ആദ്യം ആ പണിയും പിന്നീട് അങ്ങ് നിർത്തി.
എൻ്റെ ആദ്യേട്ടാ, എനിക്ക് ഈ പറഞ്ഞ തളർച്ച ക്ഷീണം ഒന്നും ഇപ്പോഴില്ല. പോരാത്തതിന് നീലിമയെ പോലെ ഛർദിലും തലകർക്ക് എപ്പോഴും വരാറുമില്ല. പിന്നെ ആദ്യേട്ടൻ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ രണ്ടാമത്തെ ഗർഭമാ. അതുകൊണ്ട് ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കാതെ ഇരിക്കാൻ നോക്കുന്നേ. ഒട്ടും വയ്യാതാകുമ്പോൾ ഞാൻ തന്നെ ജോലിക്ക് പോക്കങ്ങ് നിർത്തിയേക്കാം. അത് പോരെ പ്ലീസ്. പെണ്ണിൻ്റെ ദയനീയമായ നോട്ടം നോക്കിയുള്ള ആ വർത്താനത്തിൽ ആ സംസാരവും അവിടെ അങ്ങ് നിൽക്കും. അവൾ പറയുന്നതിനൊക്കെ താങ്ങാൻ കൂട്ടത്തിൽ രാധമ്മയും ഉണ്ടാവും. എല്ലാ വട്ടം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഡാ മോനെ, നീയൊക്കെ വയറ്റിലായിരുന്നപ്പോൾ ഈ വലിയ വീട്ടിൽ ഇക്കണ്ട പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിരുന്നേ. ഇപ്പോഴല്ലേ അടുക്കളയിൽ പണിക്കാരൊക്കെ ആയേ. പണ്ടൊക്കെ വീട്ടിലെ ആൾക്കാർക്ക് മാത്രമല്ല, പറമ്പിലെ പണിക്കാർക്ക് ഞാൻ വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് വെറുതെ നീ അവിടെ മേത്ത് കുതിര കയറാൻ നിൽക്കണ്ട. ദേവിക ഇവിടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുന്ന പണികളല്ലേ, അവളെ അങ്ങ് ചെയ്യാൻ നീ സമ്മതിക്ക്. പോരാത്തതിന് അവൾ പോകുന്നത് നമ്മുടെ സ്കൂളിലേക്കും. എന്തെങ്കിലും അരുതാഴിക തോന്നിയാ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അവളെ നോക്കാൻ. നീയാണെങ്കിൽ അവിടുത്തെ എത്ര പേരെയാ ഷട്ടം കെട്ടി വെച്ചേക്കുന്നേ. അതുമല്ല, ഇവൾക്ക് പോകേണ്ട ഹോസ്പിറ്റൽ ആ സ്കൂളിനടുത്തുമല്ലേ. ഇതിനിടെ അമ്മയുടെ ഉപദേശം കൂടി ആകുമ്പോൾ ആദിക്ക് വട്ട് പിടിക്കും. നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും കൂടി എന്ത് വേണേലും ചെയ്യ്, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞതിൻ്റെ ഒടുക്കം സഹികെട്ട് ആദ്യ തന്നെ എന്നും പിണങ്ങിപ്പോക്കൽ പതിവായി. എന്നിരുന്നെങ്കിലും എന്നും അവളെയും കുഞ്ഞിനെയും അവൻ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നേരെ ഓഫീസിലേക്ക് പോവും. സ്കൂൾ വിടുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവൻ്റെ കാറ് അവർക്കായി പാർക്കിങ്ങിന് മുമ്പിൽ ഉണ്ടാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ദേവിയെയും കുഞ്ഞിനെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ചെക്കൻ വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചു പോകും. എത്ര പറഞ്ഞാലും അവൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദേവിയും പിന്നീടൊന്നും പറയുവാൻ പോവില്ലായിരുന്നു. എന്നത്തെയും പോലെ രാത്രി കിടക്കുമ്പോഴേക്കും പെണ്ണിൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടി പരിഭവങ്ങൾ പറഞ്ഞ് അവൻ തീർക്കുമായിരുന്നു എന്നത് മറ്റൊരു സത്യം. അച്ഛൻ അടുത്തൂടെ പോയാൽ മതി, അകത്ത് കിടക്കുന്നതിന് ഡാൻസ് കളിക്കാനായി. അവളപ്പോൾ വയറിന് മുകളിൽ മുഴച്ചു കാണുന്നിടത്തൊക്കെ ആദിയുടെ കൈകൾ എടുത്ത് പതിപ്പിക്കും. ഈ ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞു ജീവനെ ഒരു നോക്ക് കാണുവാൻ അവൻ്റെ കണ്ണുകളും തുടിച്ചിരുന്നു. എൻ്റെ ആ കുഞ്ഞാവ. ആ സമയം അവളുടെ വയറിന് മുകളിൽ ഉമ്മകൾ കൊണ്ട് പൊതിയുവാൻ കുഞ്ഞിൻ്റെ ചേച്ചിപ്പെണ്ണ് ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിപ്പെണ്ണിൻ്റെയും പുന്നാരിക്കൽ കേൾക്കാൻ അകത്ത് കിടക്കുന്ന വാവയും എന്നും ആ സമയം അത്രമേൽ കൊതിക്കുന്നുണ്ടാവാം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പാട്ടിനും എഴുതി അറിയിക്കണം. അപ്പോൾ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.